ശക്തമായ UDF അടിത്തറയുള്ളതാണ്. കാരണം രാഷ്ട്രീയ വോട്ട് തന്നെ നോക്കിയാൽ മതിയല്ലോ. ജില്ലാ പഞ്ചായത്തും ബ്ലോക്കിലൊക്കെ ആണല്ലോ രാഷ്ട്രീയ വോട്ടായിട്ട് നമ്മൾ കാണും. ആ വാർഡിൽ CPMമാർ വോട്ട് ചെയ്ത് തോപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ 80-85 വോട്ട് അനീഷക്ക്, അതായത് KK രാഗേഷിൻ്റെ ബന്ധുവിന് കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ അനീഷ എങ്ങനെയാണ് വോട്ട് ചെയ്ത് CPMമാർ തോൽപ്പിക്കുന്നത്? 587 വോട്ടാണ് അവിടെ KK രാഗേഷിൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത്. ഞങ്ങളെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് 466, 499. അപ്പോൾ UDFകാരടക്കം അനീഷക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല രാഷ്ട്രീയ ബലാബലത്തിൽ UDFന് നല്ല മുൻതൂക്കമുള്ളത് കൊണ്ട് അവിടെ UDF ജയിച്ചു. അവിടെ നമ്മൾ അനീഷയെ എന്തിനാണ് നിർത്തിയത്? കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത് കേട്ടു, പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ തത്രപ്പാടിൽ നിർത്തിയതാണ്. പ്രസിഡന്റ് ആക്കാനുള്ള ധാരണയുണ്ടെങ്കിൽ ഞങ്ങൾ സുരക്ഷിതമായ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലല്ലേ നിർത്തൂ. ആ പഞ്ചായത്തിൽ ഞങ്ങൾ 100, 200, 300 വോട്ടിന് ജയിച്ച വാർഡുണ്ടല്ലോ. പ്രസിഡന്റ് ആക്കിയേ പറ്റൂ അനീഷയെ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയല്ലേ നിർത്തുക. അനീഷയെ നിർത്തിയത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ്? ആ വാർഡ് പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ഇന്നുള്ള കൂട്ടത്തിൽ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്ഥാനാർത്ഥി അനീഷയാണ്. അത് നമ്മളെ കാഴ്ചപ്പാട് ശരിയാണെന്നാണ് അനീഷക്ക് കിട്ടിയ വോട്ടും നമ്മളെ തന്നെ ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അനീഷയെ പ്രസിഡന്റാക്കാൻ വേണ്ടി എന്തോ വഴിതെറ്റിയിട്ട് കാര്യങ്ങൾ ചെയ്തു, അതിലുള്ള പ്രതിഷേധത്തിൽ അനീഷയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് നമ്മൾ കാണുന്നു. ഇത് അല്ല വസ്തുത. അവിടെ ശരിയായ UDFന് നല്ല മേൽക്കൈയുള്ള വാർഡാണ്. അവിടെ പിടിച്ചെടുക്കാനാണ് അനീഷയെ ഞങ്ങൾ നിർത്തിയത്. ഞങ്ങൾക്ക് അപ്പോഴേ അറിയാം അനീഷയെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ നല്ല സ്ഥാനാർത്ഥി അനീഷയാണ്. അതാണ് നമ്മൾ അവിടെ നിർത്തിയത്. വോട്ട് അനീഷ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ UDF നന്നായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ പല ഘടകങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ അധികം വിശദീകരിക്കുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ എല്ലാ തന്ത്രങ്ങളും ഒക്കെ പയറ്റിയ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പല ഇടപെടലും ഉണ്ട്. പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിലാണ് അവിടെ പരാജയപ്പെട്ടത്. അല്ലാതെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെയുള്ള ഒരു കാര്യവും ഇല്ല. എങ്ങനെയാണത്? UDFന് നമ്മൾ അനീഷ നേരത്തെ 1-2 തവണ ജയിച്ചിരുന്നു നേരത്തെയുള്ള വാർഡിൽ. ആ ജയിക്കുമ്പോൾ 79-80 വോട്ടിനെ ജയിക്കാറുള്ളൂ. അത് അനീഷയുടെ വ്യക്തിപരമായ ഒരു സ്വാധീനം വെച്ച് ജയിക്കുന്നതാണ്. മാത്രമല്ല നേരത്തെയുള്ള ആ വാർഡിൽ നിന്ന് 10-300 വോട്ട് ഇത്തവണ മാറ്റിയിട്ട് മറ്റൊരു വാർഡിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ വാർഡിനകത്ത് മാറ്റവും വന്നിട്ടുണ്ട്. നേരത്തെ അനീഷ ജയിച്ച വാർഡിനകത്ത് ഘടനാപരമായ മാറ്റം വന്നിട്ടുണ്ട്. ഏതാണ്ട് 10-300 വോട്ട് തിരിച്ച് മറ്റൊരു വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അനീഷ ജയിക്കുമ്പോൾ 80 വോട്ട് 79 വോട്ടിനൊക്കെയാണ് ജയിച്ചത്. നിസ്സാരം. ആ വോട്ടിൻ്റെ വ്യത്യാസം ഇത്തവണയുണ്ട്. എങ്ങനെ? നമ്മളെ LDFൻ്റെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ ഏതാണ്ട് 80-85 വോട്ട് അനീഷക്ക് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പയ്യാമ്പലത്ത് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ജയിച്ചത് 49 വോട്ടുകൾക്കാണ്. BJP സ്ഥാനാർത്ഥി 49 വോട്ടുകൾക്കാണ് ഇന്ദിര പരാജയപ്പെടുത്തിയത്. അവിടെ CPM സ്ഥാനാർത്ഥിക്ക് 134 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന ഭയാശങ്ക കാരണം CPM വോട്ടുകൾ അഡ്വക്കേറ്റ് പി ഇന്ദിരക്ക് മറഞ്ഞിട്ടുണ്ടെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. 134 വോട്ട് CPM. അത് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആകെ ഗ്രാസ് റൂട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഓരോന്നോരോന്ന് വിശദമായിട്ട് പരിശോധിച്ചാലേ പറയാൻ വേണ്ടി പറ്റും. ഇന്ന കാരണം ഒരു കാരണം പറയാൻ പറ്റില്ല. പലവിധ ഘടകങ്ങളും ഉണ്ടാവും. അതിൽ ഓരോ പ്രദേശത്ത് പല സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടാവും. എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് അവിടെ പരിശോധിച്ചാലേ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ മലയോര മേഖലയിൽ പൊതുവിലുള്ളതുണ്ട്. അത് ഏതൊക്കെ ഘടകമെന്ന് ഇപ്പം ഞങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായും അതിനൊരു വിവാദത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ എത്തേണ്ട കാര്യമില്ല. പല ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
കേരള കോൺഗ്രസ് എം വന്ന സമയത്താണല്ലോ ഈ പഞ്ചായത്തുകളൊക്കെ കിട്ടുന്നത്. പയ്യാവൂരാണെങ്കിലും ഉദയഗിരിയൊക്കെയാണെങ്കിലും ഈ ഇത്തവണ ആ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. കേരള കോൺഗ്രസ് എം ഒപ്പമുണ്ട്, പക്ഷേ ഈ പഞ്ചായത്തുകളൊന്നും കിട്ടുന്നുമില്ല. കേരള കോൺഗ്രസ് എം വന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ കിട്ടിയതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. എന്നാൽ ഒട്ടും അതിൽ സ്വാധീനം ഇല്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിലയിരുത്തിയിട്ടില്ല, കഴിഞ്ഞ തവണയും വിലയിരുത്തിയിട്ടില്ല. പക്ഷേ അതുവരെ ഇല്ലാത്ത ഒരു കുറേ വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മാത്രമല്ല പല പഞ്ചായത്തും കിട്ടിയത്. എതിരാളികളിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ആ സമയത്തുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷവും സാഹചര്യവും നമുക്കെല്ലാവർക്കും ഈ പറയാം. 20 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന അന്തരീക്ഷം, കേരളത്തിൽ പ്രളയം, കോവിഡ്, അതിൻ്റെ മാനേജ്മെൻറ്റ് തുടങ്ങിയവയെല്ലാം ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമാകുന്നുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ആനുകൂല്യം ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. ബാക്കി ഓരോന്ന് വിശദമായിട്ട് നമുക്ക് അവിടെ ഇതാക്കേണ്ടതാണ്. ഈ ജില്ലയിലെ CPI-യുടെ സീറ്റാണ് കേരള കോൺഗ്രസ് എപ്പോൾ വന്നപ്പോൾ അവർക്ക് കൊടുത്തത്. CPI-ക്ക് കഴിഞ്ഞുള്ള മത്സരത്തിൽ സീറ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്ക് അതൃപ്തിയുണ്ട്. ഇത്തവണ CPI-ക്ക് ജില്ലയിൽ ഒരു സീറ്റ് കൊടുക്കും. എവിടെ? കണ്ണൂർ ജില്ലയിൽ നിയമസഭയിലാണ്. നിയമസഭയിലേക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്. അത് ഏതെല്ലാം പാർട്ടി എന്നുള്ളത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, സംസ്ഥാന നേതൃത്വമാണ്. ഞങ്ങൾക്കിവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. അത് സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഈ മുണ്ടേരി തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഈ മുണ്ടേരി സ്കൂള് മുദ്രാ പദ്ധതി അത് ജില്ലാ പഞ്ചായത്തിനടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭയങ്കരമായിട്ട് ആരോപണം UDF ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ CSR ഫണ്ടടക്കം ഒരു സംശയം അതിലേക്കെല്ലാം കൊണ്ടുപോയിട്ടാണ് പ്രചരണം നടത്തിയത്. LDF അതിനെ എങ്ങനെ കാണുമെന്നുള്ളത്. ഇതിൽ മുദ്രാ പദ്ധതി തുടങ്ങിയത് 2017. എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തെ മുൻനിർത്തി ഇതുവരെ ഒരു ആക്ഷേപമോ പരാതിയോ ഒന്നും കോൺഗ്രസോ UDF ഉന്നയിക്കാതിരുന്നത്? ഈ കഴിഞ്ഞ 8 കൊല്ലം അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. അതിൽ ആരൊക്കെയുണ്ട്? UDF-ൻ്റെ ഭാഗമായ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാർ ഈ കമ്മിറ്റിയിലുണ്ട്. അവരൊക്കെ അവിടെ യോഗങ്ങൾ പോവുകയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു കൂട്ടായ സംരംഭമാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാതിരുന്നത്? അതിനൊരു കൃത്യമായ കാരണമുണ്ട്. കാരണം അവിടെ ആക്ഷേപിക്കാനുള്ള ഒരു കാര്യമില്ല, ഒന്ന്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ആക്ഷേപം വന്നു? അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ജട്ടിപ്പിക്കുന്ന അഴിമതി സംബന്ധിച്ച് സമീപകാലത്ത് വലിയ ചർച്ച ഉയർന്നു വന്നു. ആ ചർച്ച ഉയർന്നു വന്നത് ഏതൊക്കെയാണ് അഴിമതി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട്, അവിടെ ദൂരേക്ക് മാറ്റാത്തതടക്കം മാറ്റി, മാലിന്യങ്ങൾ മാറ്റിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് കള്ളരേഖയുണ്ടാക്കി, റിപ്പോർട്ടുണ്ടാക്കി, പണം കൊടുത്ത അടക്കമുള്ള കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ മരക്കാർകണ്ടിയിലെ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിലിപ്പോൾ രാകേഷ് വളരെ ആക്റ്റീവായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതാണ്. ഈ മരക്കാർകണ്ടിയിലെ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ പിന്നാലെ ജനങ്ങളുടെ മുമ്പിൽ വസ്തുത അവതരിപ്പിച്ചു. അത് UDF-ന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ രാകേഷിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അപവാദ പ്രചരണം നടക്കണം എന്ന UDF-ൻ്റെ ഗൂഢലക്ഷ്യമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ ഉന്നയിക്കാനുള്ള കാരണം. ഇത് മുണ്ടേരി ഹൈസ്കൂളും ആ പഞ്ചായത്തിലെ 14 LP UP സ്കൂളും ബന്ധപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് മുദ്രാ പദ്ധതി. ആ മുദ്രാ പദ്ധതി സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്താണ്, ഹൈസ്കൂൾ ജില്ലാ പഞ്ചായത്തിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം അവിടുത്തെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കലും ടെൻഡർ തയ്യാറാക്കലും ഒക്കെ ചെയ്യുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ മതി, കൃത്യമായി കിട്ടും. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുക, തങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചോ എന്നുള്ളത് വേറെ കാര്യം. തങ്ങൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട്
രാകേഷിനെ കേന്ദ്രീകരിച്ചും മുണ്ടേരിയെ കേന്ദ്രീകരിച്ചും ഒരാക്ഷേപം തിരിച്ചും ഉന്നയിക്കുക. ഇതിനപ്പുറം എന്തെങ്കിലും ഒരു കാര്യം ആ കാര്യത്തിലുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. മുണ്ടേരിയെ സംബന്ധിച്ച് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചില കാര്യങ്ങളോട് പറയാം. മുണ്ടേരിയിൽ ഈ പദ്ധതി, മുണ്ടേരിയിലെ മുദ്ര പദ്ധതി മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളും 14 LP UP സ്കൂളുകളും ബന്ധപ്പെടുത്തുന്നത് 2017 ആരംഭിച്ചത്. എങ്ങനെ 2017 ആരംഭിക്കുന്നത്? 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ 4 മിഷനുകളിൽ ഒന്ന് പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്. 4 അറിയാലോ. അതിൽ ഗവൺമെൻറ് തന്നെ പറഞ്ഞു ഈ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തണം, അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരണം. അതിന് ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം സാധിക്കില്ല. ഗവൺമെൻറ്റും ഒരു ഫണ്ട് തരും, അതിനു പുറമെ വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ ഇവരിൽ നിന്നൊക്കെ ഫണ്ട് ശേഖരിച്ച് അതിൻ്റെ വികസനത്തിനുള്ള മുന്നിട്ടിറങ്ങണം എന്ന് ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുണ്ടേരിയിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത്. അന്ന് കേരളത്തിലേറെ മലപ്പെട്ട സ്കൂളിൽ ജനങ്ങളെ യോഗം വിളിച്ചപ്പോൾ സ്വർണ്ണം ഊരി കൊടുക്കുന്നു, അല്ലേ? ആരും വാർത്ത പറഞ്ഞേ, സ്വർണ്ണം ഊരി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ ഒരു സ്പിരിറ്റിലാണ് മുണ്ടേരിയിൽ അന്ന് സഖാവ് രാകേഷ് രാജ്യസഭാ മെമ്പറായിരുന്നു. ആ ഒരു ശേഷി കൂടി ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പദ്ധതി അവിടെ ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചിട്ടാണ് ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നത്. ഇത് ഈ പദ്ധതി സംബന്ധിച്ച് മുദ്രാ പദ്ധതിക്ക് അതിൻ്റെ നടത്തിപ്പിന്, വിഭവ സമാഹരണത്തിന്, വിഭവങ്ങൾ ചെലവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ചുള്ളതിന് കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശമുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ പദ്ധതി പ്രവർത്തിക്കുന്നത്. ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സമിതിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ തോന്നുന്നത് മുമ്പേ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആ സ്കൂളിൻ്റെ ഭാരവാഹികൾ തന്നെ പത്രസമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ട്. ഇങ്ങനെ തികച്ചും സുതാര്യമായ നിലയിൽ നടക്കുന്നതാണത്. രാകേഷ് ചെയ്തത് എന്താ? രാകേഷ് രാജ്യസഭാ MP എന്ന നിലയിൽ ഇന്ത്യയിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തി. ആ പരിശ്രമത്തെ തുടർന്ന് ഏതാണ്ട് വിവിധ CSR ഫണ്ട്, അതിൽ MLA ഫണ്ടുണ്ട്, MLAയുടെ ആസ്തി ഫണ്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, എല്ലാ സ്കൂളുകൾക്കും 3 കോടി വീതം കൊടുത്തതിൽ ആ ഫണ്ടുണ്ട്, പിന്നെ ഇതുണ്ട് പ്ലാൻ ഫണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടുണ്ട്, വ്യക്തികളിൽ നിന്നും കിട്ടിയ സംഭാവനകളുണ്ട്. ഇതൊക്കെ ശേഖരിച്ചിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് കൃത്യമായ മോണിറ്ററിങ്, അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ചെയ്തിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, അതും കഴിഞ്ഞ് ഇൻകം ടാക്സ് അടക്കമുള്ള മുഴുവൻ ഔദ്യോഗിക സമിതികളിലും അതിൻ്റെ വിശദാംശങ്ങൾ ഫയൽ ചെയ്യാറുണ്ട്. മാത്രമല്ല ഓരോ വർഷത്തെയും അതിൻ്റെ റിപ്പോർട്ട് DPIക്ക് സമർപ്പിക്കാറുണ്ട്. ഇത്ര സുതാര്യമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ മുദ്രാ പദ്ധതിക്ക് വേണ്ടി നേടിയത് അതിന് തൊട്ട് മുമ്പ് ചില സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? പ്രദീപിൻ്റെ നേതൃത്വം, അതാണ് ആദ്യം കേരളത്തിൽ തുടങ്ങിയത്. ആ നടക്കാവ് സ്കൂളിന് ഇങ്ങനെയൊരു ഓർഡർ കൊടുത്തിട്ടുള്ളത് E.T. മുഹമ്മദ് ബഷീർ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്. അന്ന് ഇടതുപക്ഷം പ്രതിപക്ഷത്താണ്. E.T. മുഹമ്മദ് ബഷീറാണ് ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കാരാപ്പറമ്പ് സ്കൂളിന് പ്രത്യേകമായ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതിനെ പിൻപറ്റിയാണ് മുണ്ടേരി ഹൈസ്കൂളിനും ആ ഉത്തരവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരമാണ് എല്ലാ കാര്യവും നടപ്പിലാക്കുന്നത്. പിന്നെ CSR ഫണ്ട് മുഴുവൻ ജില്ലാ പഞ്ചായത്തിലേക്കാണ് വരുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ.
ജില്ലാ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അവരെന്നിട്ട് ടെൻഡർ ചെയ്തിട്ട് വർക്ക് കൊടുക്കലുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ എംപാനൽ ചെയ്യപ്പെട്ട ചില ഏജൻസി ഉണ്ട്. ഊരാളുങ്കൽ നിർമ്മിതി കേന്ദ്ര അക്രഡിറ്റഡ് ഏജൻസി, അത് ഊരാളുങ്കലുണ്ട്. അതേപോലെ തന്നെ നിർമ്മിതി കേന്ദ്രമുണ്ട്. നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ കലക്ടറാണ്. ഇവരും അവിടെ വർക്ക് നടത്തിയിട്ടുണ്ട്. എല്ലാം കൃത്യമായ സുതാര്യമായിട്ടുള്ളതാണ്. ഒരാൾക്കും ഇന്നേ വരെ ഒരാക്ഷേപമോ പരാതിയോ ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാ യോഗങ്ങളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ലീഗിൻ്റെ നേതാക്കന്മാർ പോകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ മോഹനം പത്രസമ്മേളനം നടത്തുമ്പോൾ ഇടക്കിടക്ക് പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ലീഗിൻ്റെ നേതാവില്ലേ? നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ? ഇല്ലേ? ഇടക്കിടക്ക് പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ലീഗിൻ്റെ നേതാവുണ്ട്. ഞാൻ ആ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാതെ. അയാൾ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൻ്റെ ആടാ KUP, അതാ കാഞ്ഞിരോട് എയ്ഡഡ് UP സ്കൂൾ. അതിന് 65 ലക്ഷം റുപ്യ ഈ മുദ്ര പദ്ധതിയിൽ കൊടുത്തിന്. അതിൻ്റെ വർക്കാണ് നടന്നിന്. എന്നാൽ പിന്നെ 65 ലക്ഷത്തിൽ എല്ലാം കൂടി ഈ വിദ്വാൻ ആടെ അഴിമതി നടത്തി എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവിടെയുള്ള 14 സ്കൂളിന് ഈ CSR ഫണ്ടിൽ വഴിയെല്ലാം ശേഖരിക്കുന്ന പണത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത്രയും തുക ഈ മുദ്രാ പദ്ധതി പ്രകാരം LP UP സ്കൂളുകൾക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ അത്രയും തുക മാനേജ്മെൻറ്റും ഇട്ടിട്ടാണ് അവിടെയുള്ള സ്കൂളുകളെല്ലാം വികസിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏതൊക്കെ ഒരു സ്കൂളിന് വേണ്ടി പറയുന്നത് നടന്നിട്ടുണ്ടാകും. പക്ഷേ അനുബന്ധമായ ഫീഡിംഗ് ഏരിയയിലെ മുഴുവൻ സ്കൂളുകളെ വികസിപ്പിച്ച സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുദ്രയെ പോലെ ചിലപ്പോൾ കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ വളരെ കൃത്യമായി സുതാര്യമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ വീഡിയോയിലെ മറ്റേ ഓരോ പദാനുപദമല്ല, അനീഷയുടെ അമ്മയെ അവിടെ നിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കണ്ടു. അനീഷയുടെ അമ്മ അവിടെ പിന്നെ അവിടെ സഹായിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് എപ്പോഴും മുതലാ? ഈ മുദ്രാ പദ്ധതി വരുന്നതിൻ്റെ എത്രയോ വർഷം മുമ്പ് മുതലേ അവരവിടെയുണ്ട്. അവരെത്രയോ വർഷമായിട്ട് അവിടെയുണ്ട്. അതാണ് 2005 മറ്റോ. അവിടെ അവർ അതിൻ്റെ അടുത്ത് തന്നെ സ്കൂളിൻ്റെ അധ്യാപകരും കാര്യവും പറഞ്ഞിട്ടാണ് അവർ സ്കൂളിലേക്ക് കൂട്ടിയത്. അവരവിടെ സഹായിയായിട്ട് നിൽക്കുന്നുണ്ടോ, ചെറിയ പൈസയൊന്നും കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മുദ്രാ പദ്ധതിയൊക്കെ വന്നപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിർത്തി. അവർ മാത്രമല്ല വേറെയും ചിലരെ എടുത്തു. ഡെയിലി വേജസിന് വേറെയും ചിലരെ എടുത്തിട്ടുണ്ട്. കാരണം അവിടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അവിടെ ബാത്റൂമൊക്കെ എന്ന് പറയുന്നത് എയർപോർട്ടിലുള്ളത് പോലത്തെ ചില സംവിധാനമൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്, അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആൾ വേണ്ടി വരും. അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ ആ വീഡിയോയിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്. അവിടുന്ന് കിട്ടുന്ന വിഭവം ജില്ലാ പഞ്ചായത്തിനല്ലേ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മുദ്രാ പദ്ധതിക്കുള്ള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിൽ വിട്ട പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അതിന് മെയിൻ്റനൻസ് ആര് നടത്തും? അതുകൊണ്ട് അതിനുവേണ്ടി വിഭവ സമാഹരണം നടത്താനുള്ള അനുവാദം കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. വിഭവ സമാഹരണം നടത്തുന്നത് പ്രധാനമായി ഓഡിറ്റോറിയം വാടക കൊടുത്തിട്ട്. അതിൻ്റെ വരവ് ഇതിൻ്റെ കമ്മിറ്റി കൃത്യമായി പരിശോധിച്ച് ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ വർഷവും ജനറൽ ബോഡി വിളിച്ച് അവതരിപ്പിക്കാറുണ്ട്. അത് അങ്ങനെയാണ് സാറ് ചെയ്യുന്നത്. പല സ്കൂളുകളും ഡെവലപ്മെൻറ്റ് ഫണ്ട് പിരിക്കുന്നുണ്ട്. അവർ ഉടനെ അതായത് പഞ്ചായത്തിന് പൈസ കൊണ്ട് കൊടുക്കലല്ലോ, ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യല്ലേ സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ആ പദ്ധതിക്ക് ഗവൺമെൻറ് അംഗീകാരവും അതിൻ്റെ ഓഡിറ്റ്, ചാർട്ടേഡ് ഓഡിറ്റ്, 2 തരം ഓഡിറ്റ്, അതിൻ്റെ എല്ലാ കണക്കുകളുമായി ഇൻകം ടാക്സിനടക്കം സമർപ്പിക്കുന്നതാണ്. എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ടേക്ക് പോകുന്നത്. ഇത്ര വളരെ വ്യക്തതയോടുകൂടി ചെയ്യുന്നതാണ്. ഇതുവരെ അങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടില്ല. ഇപ്പോൾ തങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, തങ്ങൾ തുറന്നു കാണപ്പെട്ടിരിക്കുന്നു. ചിലർക്കൊക്കെ ബേജാറുണ്ടാവും. ഇത് തുറന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാം വിജിലൻസ് വരുന്നുണ്ട്. മാലിന്യ പ്ലാന്റിൻ്റെ അഴിമതിയുടെ കാര്യം, അതുപോലെ പയ്യാമ്പലത്തെ വിറകിൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാം വിജിലൻസ് വരുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ ബേജാറ് ചിലർക്ക് ഉണ്ടാവും. കാരണം അവരുടെ മനസ്സിലെല്ലാം ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് എല്ലാം തുറന്ന് കാട്ടപ്പെടുമ്പോൾ 2 കാലിനും മന്തുള്ള ആൾ, മന്തില്ലാത്ത ആൾ പോകുമ്പോൾ ഇതാ മന്തുകാലം പോകുന്നതെന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് മുണ്ടേരിയിലും വില പോവില്ല, അതിൻ്റെ പരിസരത്തുള്ള എവിടെയും വില പോവില്ല. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് സാധിക്കുമെന്നല്ലാതെ മുണ്ടേരിയിലൊന്നും അതൊട്ടും
ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന കാര്യമല്ല. ജനങ്ങൾക്കറിയാം അവിടുത്തെ. അതുകൊണ്ട് ആ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ ഉൾട്ടർക്ക് തിരിച്ചടിയായി വരുമെന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. രാകേഷിനോ അതിൻ്റെ രാഷ്ട്രീയത്തിനോ ഒരു രീതിയിലും എന്തെങ്കിലും രോമത്തിന് പോലും എന്തെങ്കിലും പ്രയാസം വരുത്താൻ ഈ ആരോപണങ്ങൾക്ക് കഴിയില്ല. അത്ര ക്ലിയറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. CSR കമ്പനികളും അല്ലെ, ആ. CSR കമ്പനികളും ഇത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ചെയ്യുന്നു. ഫണ്ട് തന്നവര് മുഴുവനായിട്ട് ഇത് പരിശോധിക്കുന്നുണ്ട്. ഈ ടി.ഒ. മോഹനൻ കെ രാകേഷിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ട്. എന്താണ് ഇവിടെ കളി? അത് ഞാൻ പറഞ്ഞ ഇതാണല്ലോ കാര്യം. അദ്ദേഹത്തിനറിയാം അദ്ദേഹം നടത്തിയ അഴിമതി, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, കാര്യങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും രാകേഷ് അതിൻ്റെ മുൻപന്തിയിൽ അതിൻ്റെ ഇടപെടലിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ രാകേഷിനെ ഒന്ന് ജനങ്ങളുടെ ഇടയിൽ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമോ എന്ന പരിശ്രമം മാത്രമാണ്. അതൊരു സ്കൂൾ വികസന പദ്ധതി അപകീർത്തിപ്പെടുത്തിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമല്ലേ. അതിലൊരു കാര്യം കൂടി അവസാനമായിട്ടുണ്ട്. ഇപ്പം മുണ്ടേരി പഞ്ചായത്ത് UDF കഴിയുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ സമിതി എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ വാർഡിൻ്റെ മെമ്പർ, ആ സ്കൂൾ ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് മെമ്പർ, ജില്ലാ മെമ്പറൊക്കെയാണ്. അതൊക്കെ UDFൻ്റെ ഭാഗമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഇത് ഇന്നത്തെ നിലയിൽ നിലനിർത്തി കൊണ്ടുപോകാനല്ലാത്ത എന്തെങ്കിലും നിലയിൽ അതിനെ അപകടപ്പെടുത്തുന്ന നീക്കം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് അതിനെ ചെറുക്കുകയും ചെയ്യും. ആളുകൾക്ക് സംശയമുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള അവിടുത്തെ വികസനത്തിൽ അട്ടിമറിച്ച് ഇവരുടെ ഒരു പൊതുപരിപാടി ഉണ്ടല്ലോ, വികസനത്തിലൂടെ എന്തെങ്കിലും നേടുക എന്ന് പറയുന്ന ഒരു കാര്യം UDFനുണ്ടല്ലോ പൊതുവിൽ. അത്തരം നീക്കങ്ങളൊക്കെ നടത്തിയാൽ അതിശക്തമായ നിലയിൽ പ്രതിഷേധം ആ നാട്ടിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. അല്ലാത്ത നിലയിൽ ഇപ്പോൾ ഉള്ള അതേ നില കൊണ്ടുപോകാനുള്ള നീക്കമാണ് UDFൻ്റെ ഭരണസമിതിയുടെ എല്ലാം ഭാഗമായിട്ടുണ്ടാവേണ്ടത്. ആളുകൾക്ക് അങ്ങനെയും ആശങ്കയുണ്ട്. ഇക്കുറി ഇങ്ങനെ പറഞ്ഞ് തകർത്തിട്ട് ഇവർ അധികാരത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലും ആയിക്കളയോ എന്നുള്ള സംശയമാക്കുന്നുണ്ട്. അതിനാളുകൾ വിടൂല. അതൊരു വലിയ മാതൃകയുള്ള ഒരു വികസന പദ്ധതിയല്ലേ, സ്കൂളിന്റെ വികസനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചുമതലയേൽക്കുന്ന ചടങ്ങുണ്ട്. നാളെ അതിൻ്റെ കമ്മിറ്റി തിരഞ്ഞെടുപ്പാണ്. വേറൊരു ദിവസമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ തിരഞ്ഞെടുപ്പ്. അതിന് വേറെ ചടങ്ങൊന്നും സാധാരണഗതിയിൽ പഞ്ചായത്ത് ഹാളിൽ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുക എന്ന് പറയുന്നതേ ഉണ്ടാവും. അത്ര കാര്യമൊക്കെ അറിയിക്കുമായിരിക്കും അവർ തീയതി അല്ലേ. ഡേറ്റ് ഉണ്ടാവും നാളെ കമ്മിറ്റി ഞങ്ങളെ തിരഞ്ഞെടുപ്പ്. അപ്പം എന്നാൽ ഓക്കെ ശരി, താങ്ക് യു.